ധർമ്മസ്ഥലിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി SIT അംഗം ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയാണ്. സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് സാക്ഷിയുടെ അഭിഭാഷകൻ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയത്. ഇയാൾ SITയിൽ നിന്ന് നീക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെയും ആവശ്യം. ആദ്യം ആ പ്രതികരണത്തിൽ. ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ നീക്കാനായി കൊണ്ടുവന്ന SIT സംഘം അവരുടെ പരിശോധന 4-ാം ദിവസം കഴിഞ്ഞ് 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് SIT സംഘത്തിലെ ഒരു അംഗത്തിനെതിരെ ഉയർന്നു വരുന്നത്. SIT സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഫോൺ റെക്കോർഡ് ചെയ്തു എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഈ അഭിഭാഷകരുമൊക്കെ ആയിട്ട് നിങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ്. സാക്ഷിയുടെ അഭിഭാഷകരെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിനെ നിങ്ങൾക്ക് അറിയാം. എന്താണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം? ഇന്നലെ 1-ാം തീയതി രാത്രി 10 മണി ആ ഒരു ടൈമായിട്ട് എന്ന് പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുണ്ട്. അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എവിടെ ഇവരുടെ ഓഫീസുണ്ടല്ലോ, വെളുത്തങ്കാട് ഒരു ഓഫീസിൽ സിരസിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന മഞ്ജുനാഥ് ഗൗഡ എന്ന് പറഞ്ഞ പുള്ളി, ഈ പുള്ളീനെ മാത്രം റൂമിൽ വിളിപ്പിച്ചിട്ട് അവിടെ നിന്ന് പേടിപ്പിച്ചു. അന്നേരം ഈ വക്കീലന്മാർ ഞാൻ പറഞ്ഞുകൊണ്ടുണ്ട് തുറക്കാൻ പറഞ്ഞു. ഇവർ തുറക്കുന്നില്ല. 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സമയങ്ങളെടുത്തിട്ട് അവനെ പേടിപ്പിച്ചിട്ട് ഇതിലെങ്ങാണ് നീ കേസിനകത്ത് ഈ കൂടെ ഇങ്ങനെ എടുത്ത് കൊണ്ട് കാണിച്ച ആ കേസിനകത്ത് നിന്നെ കുടുക്കി നിന്നെ ജയിലിലിടും, നീ പുറത്ത് വരികയില്ല. ഒന്നാമത് പേടിപ്പിക്കുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞ് അതിന് സപ്പോർട്ടായി ഇങ്ങനെ സൗജന്യ പോരാട്ടം ഞങ്ങൾ എൻട്രാവും, ഞങ്ങൾ അതിനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊടുക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറഞ്ഞ ഒരു പ്രഭാവി വ്യക്തി, രാജ്യസഭാ സദസ്യൻ, ആ പുള്ളീനെ ജയിലിലിട്ടില്ലെങ്കിൽ, ഈ സാക്ഷി ജയിലിലിട്ടില്ലെങ്കിൽ ഈ സാക്ഷീനെ ജയന്ത പറഞ്ഞ് ഞാൻ കൊല്ലുമെന്ന്, എവിടെ സൗജന്യ ആ കൊച്ചിനെ കൊന്ന സ്ഥലത്ത് ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് പോയി. രണ്ടാമത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു തലയോട്ടി കൊണ്ടുവന്നായിരുന്നല്ലോ, ആ തലയോട്ടി പുള്ളി കൊണ്ടുവന്ന് സ്പോട്ട് മാജർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടും അത് എൻ്റെ മണ്ടക്കെട്ട് വെക്കാൻ പിന്നെ ആക്കിക്കൊണ്ടിരിക്കുക. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, ഇതാ ഒരു 10 ദിവസം ബാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട്. അതായത് തലയോട്ടി നിങ്ങൾ കൊണ്ടുവച്ചതാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതെ, ഞാൻ ചോദിക്കാം, അവിടെ മണ്ണ് ടെസ്റ്റ് ചെയ്യേ, അവന് എവിടെ കാണിച്ചാൽ മണ്ണ് ടെസ്റ്റ് അവിടെ തന്നെ ചെയ്യാമല്ലോ അല്ലേ? അത് അങ്ങനെ പറഞ്ഞു വിടാനായിട്ട് എന്താ ഉദ്ദേശം? എന്താ ഇവരുടെയൊക്കെ? ഇപ്പോൾ 8 സ്പോട്ടുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു സ്പോട്ടിൽ നിന്നാണ് അസ്ഥികൾ കെട്ടിയിട്ടുള്ളത്. ബാക്കി 7 സ്പോട്ടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇല്ല, അതിനകത്ത് ഇപ്പോൾ ഒന്നും പറയുന്നത് എന്താണെന്ന് അത് ഞങ്ങൾ പറയണം. അവർ ഇനിയിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റിയല്ല. അതുപോലെ നെക്സ്റ്റ് ഏതോ സ്പോട്ടിൽ പോകാമെന്നാലും വീഡിയോക്കാർ വേണം. വീഡിയോ വക്കീലിനെ വിടുന്നില്ലായിരുന്നു. വക്കീലിനെന്ന് പറഞ്ഞാൽ അവനെ മാത്രം വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. വക്കീലിനെ പുറത്ത് നിർത്തിയ സ്പോട്ടിൽ ഇനിയിപ്പം വക്കീലും അതിൻ്റെ കൂടെ പോകണം. ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന 5-ാം ദിവസം തുടരുന്നുണ്ട്. ഇന്ന് 9-ാം പോയിന്റിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. മുഹമ്മദ് റഹീസ് ചേരുന്നു. റഹീസ്, SIT എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു കളങ്കം ഉണ്ടാകുന്നത്. അതിനർത്ഥം ആരോ എന്തൊക്കെ ഇപ്പോൾ പേടിക്കുന്നു. പ്രത്യേകിച്ച് 6-ാം സ്പോട്ടിൽ ചില അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. 14 സ്പോട്ടുകളാണ് ആകെ ഉള്ളത്. ഇനിയും കുറേ സ്പോട്ടുകൾ ബാക്കിയുണ്ട്. കൂടുതൽ കണ്ടെത്തുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ പറയുന്ന പോലെ നീതി തേടുന്ന ഒരുപാട് മനുഷ്യർക്ക് ഒരു കിരണം അവരിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലാണോ ഇത്തരത്തിലൊരു ഭീഷണി? എന്താണ് ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ? സുഹൈലെ, എല്ലാ ദിവസത്തെയും പരിശോധനയ്ക്ക് ശേഷം, അതായത് ധർമ്മസ്ഥലയിലെ ഈ സ്പോട്ടുകളിൽ നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷം ഈ സാക്ഷിയെ ബെൽത്തങ്കടിയിലെ SIT ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. അതിനുശേഷം അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ കൂടുതൽ മൊഴിയെടുക്കാനുണ്ടെങ്കിൽ സാക്ഷിയുടെ മൊഴിയെടുക്കുക, അതിലൊരു ക്ലാരിറ്റി വരുത്തുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാത്രി പ്രധാനമായി നടക്കുന്നത്. ഒരു 10-11 മണിയോടുകൂടിയാണ് സാക്ഷിയെ പിന്നീട് ഈ SIT ഓഫീസിൽ നിന്ന് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നലെ ഈ പരിശോധന അല്ലെങ്കിൽ ഈ ഒരു പരിശോധന കഴിഞ്ഞ് അവിടെ എത്തി മൊഴിയെടുപ്പിനൊക്കെ ശേഷം അവർ ആരോപിക്കുന്നത് ഈ സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും SIT അംഗവുമായിട്ടുള്ള മഞ്ജുനാഥ ഗൗഡ ഇദ്ദേഹത്തിനെ പ്രത്യേകമായ ഒരു മുറിയിൽ വിളിച്ചുകൊണ്ട് പോകുന്നു, സാക്ഷിയുമായി സംസാരിക്കുന്നു, ശേഷം അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ഈ സാക്ഷിയുടെ അഭിഭാഷകർ തന്നെ പറയുന്നത്. അതൊരു ആരോപണം എന്നതിനപ്പുറം ഒരു പരാതിയായി ആഭ്യന്തരമന്ത്രിക്ക് അയക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരുപാട് മാറ്റം ഈ ടെറൈന് വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത അംഗീകരിക്കുന്നുണ്ട്. 15-20 വർഷം മുൻപുള്ള കേസാണ്. പക്ഷേ അപ്പോഴും പരിശോധിക്കുമ്പോൾ 6-ാം സ്പോട്ടിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യ 2 ദിവസം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 5 സ്പോട്ട് വരെ പരിശോധിച്ചു, അതിൽ നിന്നൊന്നും കണ്ടെത്തിയില്ല. 6-ാം സ്പോട്ടിൽ പക്ഷേ പരിശോധന നടത്തുമ്പോൾ അവിടെ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സ്പോട്ടുകളെല്ലാം റോഡിനോട് ചേർന്ന സ്പോട്ടുകളാണ്. ഒരു പക്ഷേ അസ്ഥികൾ കണ്ടെത്തുമെന്ന് കൂടുതലായി ഈ അഭിഭാഷകരും ഒപ്പം തന്നെ അവരുടെ കൂടുള്ള ഈ സാക്ഷിയുമൊക്കെ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് പരിശോധന കടക്കുമ്പോഴാണ് SIT സംഘത്തിലെ ഒരു അംഗം വന്ന് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭീഷണി പ്രധാനമായും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആ അംഗത്തിനെ ഒഴിവാക്കണമെന്നാണ് ഇവരൊക്കെയും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. സുഹൈൽ.